ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ലൊരു ഗീ റൈസ് അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. അരി ഒരുപാട് വെന്ത് കുഴഞ്ഞ് ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് വെച്ചിട്ടും നെയ്ച്ചോറ് ഉണ്ടാക്കാം. പക്ഷേ നെയ്ച്ചോറിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ജീരകശാല അരി വെച്ചിട്ട് ചെയ്യാണ് കൂടുതൽ നല്ലത്. ഇനി ഈ അരി നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം, അതായത് ഒരു 3-4 പ്രാവശ്യമൊക്കെ കഴുകിയതിന് ശേഷം അതിലെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇതുപോലെ ഒരു സ്ട്രെയിനറിലൊക്കെ വെക്കുകയാണെങ്കിൽ അതിൽ വെള്ളം വാർന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിലിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇത് നെയ്യിലും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായി ഫ്രൈ ആയി നല്ലൊരു കളറൊക്കെ ആയി വരുമ്പോൾ കോരി മാറ്റാം. ഇതിൽ നമ്മൾ ചേർക്കുന്ന അണ്ടിപ്പരിപ്പിനും മുന്തിരിക്കൊന്നും പ്രത്യേകം അളവില്ല കേട്ടോ. നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം. അതിന് ശേഷം കുറച്ച് മുന്തിരി വറുത്തെടുക്കാം. മുന്തിരി നന്നായി വീർത്ത് നല്ലൊരു കളറൊക്കെ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കാം. പിന്നെ സവാള വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനും സവാള എപ്പോഴും നമ്മൾ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ലത്. പിന്നെ സവാള വറുക്കുമ്പോൾ എണ്ണയ്ക്ക് അത്യാവശ്യം നല്ല ചൂട് വേണം കേട്ടോ, അല്ലെങ്കിൽ അത് അത്ര നല്ല ക്രിസ്പി ആയിട്ട് കിട്ടൂല. പിന്നെ അതിൽ എണ്ണ കുടിക്കും ചെയ്യും. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടിൽ തന്നെ വറുത്തെടുക്കാം. പിന്നെ അത് വറുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കയ്പ്പ് ഉണ്ടാവും. നല്ലൊരു ഗോൾഡൻ കളറാവുന്ന വരെ വറുക്കുക. ഇതുപോലെ നല്ലൊരു കളറായി കഴിഞ്ഞാൽ കോരി മാറ്റാം. ഇത് നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞാലും കളർ കുറച്ചും കൂടിയൊക്കെ ഒന്ന് മാറും. അപ്പോൾ ഒരുപാട് ഡാർക്ക് കളർ ആവാതിരിക്കുകയാണ് നല്ലത്. എന്നിട്ട് ബാക്കി വരുന്ന സവാളയും ഇതുപോലെ തന്നെ വറുത്തെടുക്കുക. അതിന് ശേഷം കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു 2-3 ടേബിൾ സ്പൂൺ മതിയാവും. ക്യാരറ്റ് ഒരുപാട് ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല, അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അതിന് ശേഷം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ നെയ്യും ഓയിലും മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. പകുതി നെയ്യ് പകുതി ഓയിൽ അങ്ങനെ എടുത്താലും മതി. ഇനി ആ നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആദ്യം നമുക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണം പട്ട, അത് കഷ്ണങ്ങളാക്കിയിട്ട് അത് ചേർക്കാം. പിന്നെ ഒരു 6 ഗ്രാമ്പൂ, ഒരു 4 ഏലക്കായ അത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്പൈസസ് ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊക്കെ നന്നായി മൂത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി വരുന്നതുകൊണ്ട് നെയ്ച്ചോറ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ അരി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കുക. അരിയുടെ കളറൊന്നും മാറാതെ പൊടിഞ്ഞു പോവാതെ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് ശേഷം നമുക്കത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 കപ്പ് അരിക്ക് നമ്മൾ 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അരി നമ്മൾ ഏത് കപ്പിലാണോ അളന്നത് സെയിം കപ്പ് തന്നെ 3 കപ്പ് വെള്ളം. വെള്ളം എന്ന് പറയുമ്പോൾ നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ജീരകശാല അരി വേവാൻ 1 കപ്പ് അരി എടുക്കുമ്പോൾ 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കാറ്. ഇവിടെ ഇപ്പോൾ 2 കപ്പ് അരി എടുത്തപ്പോൾ അതിന് 3 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഈ സമയത്തിന് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് കുറച്ച് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം ചേർത്താൽ മതി. കൂടുതലായി കഴിഞ്ഞാൽ ചോറിൻ്റെ കളർ മാറിപ്പോവും. കുറച്ച് നമ്മൾ ഈ സമയത്ത് ഇതുപോലെ ചേർക്കുകയാണെങ്കിൽ ആ ഒരു വറുത്ത സവാളയുടെ ഫ്ലേവർ കുറച്ച് കൂടുതലായിട്ട് ചോറിന് കിട്ടും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പിന്ന് കുറച്ച് അണ്ടിപ്പരിപ്പും ഇതിൻ്റെ കൂടെ ചേർക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിയും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ മുന്തിരി ചേർക്കണില്ല, അണ്ടിപ്പരിപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. അതിന് ശേഷം ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം.
പിന്നെ ഈ സവാള നമ്മൾ ഈ സമയത്ത് ഇതിൽ ചേർക്കുമ്പോൾ കരിഞ്ഞു പോവാതെ ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം കേട്ടോ ചേർക്കാൻ. കരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറിന് ആ ഒരു കയ്പ്പ് രസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടും തിളച്ച് വന്നാൽ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. ഇപ്പോൾ അതിലെ വെള്ളമൊക്കെ ഏകദേശം 1/4 ഭാഗത്തോളം വറ്റിയിട്ടുണ്ട്. റൈസ് ഒന്നും കൂടി ഒന്ന് വേവണം. അപ്പം ഇനി നമ്മൾ ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു അരി വേവാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് കുക്കായി വരും. ഇവിടെ ഇപ്പം മൊത്തത്തിൽ ഒരു 10 മിനിറ്റാണ് നമ്മളിത് വേവിച്ചെടുത്തത്. ഇപ്പം അതിലെ വെള്ളമൊക്കെ മുഴുവനായി വറ്റി അരി പാകത്തിന് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒന്നിനോടൊന്നും ഒട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ എടുക്കുന്ന റൈസിൻ്റെ വേവിന് വ്യത്യാസം ഉണ്ടാവാം. കുറച്ച് വേവുള്ള അരിയൊക്കെ ആണെങ്കിൽ നമ്മളത് വേവിക്കാൻ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും അതുപോലെ ഈ സമയത്തിലൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ആയിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോള, ക്യാരറ്റ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി അതെല്ലാം ഇട്ട് കൊടുക്കാം. റൈസ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അത് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ സമയത്തും ഇനി നെയ്യ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. 10 മിനിറ്റ് കൊണ്ട് റൈസ് ആ ചൂടിലിരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് വെന്ത് സെർവ് ചെയ്യാറാകുമ്പോഴേക്കും കറക്റ്റായിട്ടുണ്ടാവും. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവും സമയമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തമ്മിലൊന്നും ഒട്ടിപ്പിടിക്കാതെ അരി നന്നായിട്ട് ഇതുപോലെ വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിത് ചൂടോട് കൂടിയിട്ട് ഇഷ്ടമുള്ള നോൺ വെജ് കറിയുടെയോ അല്ലെങ്കിൽ വെജ് കറിയുടെ ഒക്കെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്